ശാരദ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ എന്തോ എനിക്കൊരു വികാരം. നിനക്കെതിരെ ഞാൻ പരാതി പറയൂടാ. നാണം കിട്ടു. അപ്പൊ ഇനി ചാനൽ ചർച്ചയിൽ കാണാം. കാണാടോ. എന്നാ ഓക്കെ. വെറുതെ ആട്ട് പിടിച്ച് വരെയും ചെയ്തു. മുരളിയ, ഇവിടെ ആരുമില്ലേ? ഹേമ കമ്മീഷന്റെ കാര്യം അറിഞ്ഞ? ഒന്ന് പതുക്കെ പറയടാ ദ്രോഹി. ആളുകൾ കേട്ടാ എന്ത് വിചാരിക്കും? ഇതുവരെ എന്റെ പേരാരും പറഞ്ഞിട്ടില്ല. ഇന്ന് വന്നിട്ടുണ്ട് ഒരു ലോഡ് പെണ്ണുങ്ങള് അളിയന്റെ വികാരക്കഥയുമായി. എന്തായാലും നിന്റെ കാര്യത്തിൽ തീരുമാനമായി. ആരൊക്കെ? പറയാം, ഒരുപാടുണ്ട് ലിസ്റ്റ്. നാശം പിടിച്ച എന്റെ വികാരം വലിച്ചല്ലോ. അളിയന്റെ ഈ ലിസ്റ്റ് ആക്രിക്ക് കൊടുത്താൽ തന്നെ 1,00,000 രൂപ കിട്ടും. വായിച്ചു നോക്കളിയാ. ബസ് സ്റ്റാൻഡ് അമ്മണി മുതല് ജൂനിയർ ആർട്ടിസ്റ്റ് തങ്കമ്മ വരെ നിനക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. ഹോട്ടൽ മുറിയിൽ ഉറങ്ങിക്കിടന്ന് എന്നെ കതക് മുട്ടി ഗുഡ് നൈറ്റ് പറയണമെന്ന വ്യാജേന റൂമിനകത്തേക്ക് കയറി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. നീ എന്നോട് സഹകരിക്കണമെന്ന് നൈസായിട്ട് പറഞ്ഞു. ഇതൊക്കെ ഉള്ളതാണോ അളിയ? ചിലപ്പോൾ ആയിരിക്കും. ഞാൻ കാര്യങ്ങൾ പഠിച്ചിട്ട് പറയാം.